إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറപ്പിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിലും പരസ്യത്തിലും അവനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അപാകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളൊക്കെ പൊതുവെ ആളുകൾ പറയുന്ന രൂപത്തിലാണെങ്കിൽ വീണ്ടും ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ അങ്ങനെ പ്രത്യേകം പറയാൻ ഉള്ള കാരണം, ഇസ്ലാമികമായ ഒരു പുതുവർഷം എന്നുള്ളത് മുഹറം മാസത്തിലാണ്. നമ്മളൊക്കെ കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിലൊരു പുതുവർഷം എന്നുള്ളത് മുഹറമാണ്.
അതിലൊരു പ്രത്യേകതയില്ല, ഒരു ആഘോഷമില്ല, ഒരു ആനന്ദമില്ല, ഒരു ആഹ്ലാദമില്ല. പിന്നെ ഒരു വർഷം കണക്കാക്കുന്നത് അറബി മാസവുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ പലപ്പോഴായി കഴിഞ്ഞ ദിവസങ്ങളിൽ ജനുവരി മാസത്തിലേക്ക് പ്രവേശിച്ച ഒരു സാഹചര്യത്തിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും, എന്തോ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ലഭിച്ചതുപോലെ എല്ലാവരും ജാതി മത ഭേദമെന്ന് എല്ലാവരും സന്തോഷിക്കുകയാണ്. യുവാക്കളൊക്കെ അവരുടെ വിലപ്പെട്ട ആയുസ്സിന്റെ അർശിന്റെ തണൽ കിട്ടേണ്ട പ്രായത്തെയും സമയത്തെയും ജീവിതത്തിൽ ഒരു പ്രയോജനവും ചെയ്യാത്ത പല കാര്യങ്ങളിലും ചെലവഴിച്ചു എന്നത് വളരെയധികം ഖേദകരമായ ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, പലയിടങ്ങളിലും രാത്രി 12 മണിക്ക് കുടുംബസമേതം ചെന്ന് ആ തിരക്കിലും തിക്കിലുമൊക്കെ ഇടപെട്ട് പിറ്റേ ദിവസം രാവിലെ തന്റെ സ്റ്റാറ്റസുകളിൽ അതൊക്കെ സെൽഫിയായി എടുത്തു വെച്ച് അഭിമാനം കൂറിയ ഒരു മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ആലോചിക്കണം, എന്താണ്, എവിടെയാണ് നാം പഠിക്കേണ്ടതും തിരുത്തേണ്ടതും തിരിച്ചറിയേണ്ടതും എന്നത് നമ്മൾ ചിന്തിക്കണം. ചില ആളുകൾ എല്ലാത്തിന്റെയും കൂടെയുണ്ട്. നിസ്കരിക്കാനുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾക്കുണ്ട്, ഖുർആൻ ക്ലാസുകൾക്കുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളിലും അവരുണ്ട്. അവർ വിചാരിക്കുന്നത് മറ്റേത് ഇതിൽ ബാലൻസിംഗ് ആയി പോകുമെന്നാണ്. അതും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അള്ള കൽപ്പിച്ചതും ചെയ്യുന്നുണ്ട്, അള്ള വിരോധിച്ചതും എന്നിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടിയൊക്കെ ആകുമ്പോ ഒരു ബാലൻസിങ് അവിടെ നടക്കുമല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തേക്കൊക്കെ പിശാച് അവരുടെ മനസ്സിനെ സ്വാധീനിച്ചു എന്നത് നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില പാപ്പരുകൾ നാളെ പരലോകത്ത് കടന്നു വരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സഹാബ, നിങ്ങൾക്കറിയോ തദ്റൂന മൽ മുഫ്ലിസ്, പാപ്പരാരാണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, മല്ലാ ദിർഹം വലാ ദീനാർ, ഞങ്ങളിൽ ദിർഹവും ദീനാറും പണവും സമ്പത്തും ഇല്ലാത്തവരാണ് ഞങ്ങൾക്കിടയിൽ പാപ്പരായി കണക്കാക്കുക എന്ന് പറയുന്ന ഒരു രൂപത്തിലെ അമലുകളൊക്കെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയെ പരിചയപ്പെടുത്തുമ്പോ മറ്റൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വലിയ ഉയർന്ന തിഹാമ പർവ്വതം കണക്കെ ഉയരമുള്ള ഒരു പർവ്വതം കണക്കെ ഉയരമുള്ള അമലുകളുമായി കൊണ്ടിതാ ഒരു വിഭാഗം ആളുകൾ കടന്നു വരും. എന്നാലോ അവരുടെ അമലുകളൊക്കെ അല്ലാഹു പൊളിച്ചു കളയും. കാരണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട ഇടങ്ങളിൽ അവർ സൂക്ഷിച്ചില്ല. അവരെങ്ങാനും ഒറ്റക്കായി കഴിഞ്ഞാൽ, അവരെങ്ങാനും ഒറ്റപ്പെടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ആ സമയത്ത് അവർ ഹറാമിന്റെ കൂടെയാ. ആ സമയത്ത് അവർ അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിലാ. ആ സമയങ്ങളിൽ അവർ തിന്മകളിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അവരുടെ കർമ്മങ്ങളൊക്കെ ധൂളികളാക്കി കളയുമെന്നാണ്. അവരുടെ നിസ്കാരം അവർക്ക് പ്രയോജനപ്പെടില്ല, അവരുടെ നോമ്പ് അവർക്ക് പ്രയോജനപ്പെടില്ല, അവരുടെ സ്വതക്കകൾ അവർക്ക് പ്രയോജനപ്പെടില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഒരു പുതിയ വർഷമെന്ന് ആളുകൾ കണക്കാക്കുന്ന ഈ ഒരു സമയത്തുണ്ടല്ലോ, എന്താണ് നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്തിയത്? നമ്മുടെ പല നിലക്കും നമ്മുടെ വീടുകളിൽ മാറ്റം വന്നു. പഴയ കലണ്ടർ എടുത്തു മാറ്റി പുതിയ കലണ്ടർ വെച്ചു.
നമ്മുടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. എന്നാൽ സഹോദരങ്ങളെ, എന്ത് ശ്രദ്ധയാണ് ഇനിയങ്ങോട്ട് എനിക്ക് വേണ്ടത് എന്ന തീരുമാനത്തിൽ നമ്മൾ എവിടെ എത്തി? കഴിഞ്ഞുപോയ ഒരു വർഷത്തിന്റെ നഷ്ടങ്ങളെ കുറിച്ച് ഭൗതികമായി നമ്മൾ ചിന്തിച്ചില്ലേ? കച്ചവടം നടത്തുന്ന ഒരാളാണെങ്കിൽ അവന്റെ 2025 സ്റ്റോക്ക് വിവരങ്ങൾ അവരൊന്നിങ്ങനെ അന്വേഷിച്ചു പോരാ. 2026 ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചില്ലേ? അതേപോലെ തന്നെ സാലറി കിട്ടി കുടുംബം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അവരിങ്ങനെ ചിന്തിച്ചു പോയി. കഴിഞ്ഞ വർഷം ഇങ്ങനെ സാലറി കിട്ടിയിട്ട് ഒരു സേവിങ്സും നടന്നിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു വർഷമുണ്ടല്ലോ എനിക്കൊന്ന് കൃത്യമായി ആ വിഷയത്തിലൊന്ന് ശ്രദ്ധിക്കണം. കർഷകരൊക്കെയുണ്ടല്ലോ, അവരും ചിന്തിക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഇങ്ങനെയാണ് കൃഷി ചെയ്തത്, ഈ പ്രാവശ്യം അങ്ങനെ പോരാ, കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ട വിത്തുകൾ വാങ്ങണം, എന്നിട്ട് കുറച്ചുകൂടി നല്ല രൂപത്തിൽ വിളവിറക്കണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ ഭൗതികമായ ചിന്തയാണെങ്കിൽ പരലോക വിഷയത്തെപ്പറ്റി അള്ളാന്റെ കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ ആ റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുന്ന ആ സമയത്ത് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞ വർഷം ഞാൻ എന്തൊക്കെ ചെയ്തു, എത്ര പോരായ്മകൾ ഉണ്ടായിരുന്നു, ആ പോരായ്മകളൊക്കെ നികത്തി പരിഹരിച്ചുകൊണ്ട് ഈ വർഷം എനിക്കിങ്ങനെ ഒരു പുതിയ മനുഷ്യനായി നന്മയിൽ ജീവിച്ച് മുന്നേറാൻ, തിന്മകൾ പാടെ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറാൻ, അതിന് നാം എന്തൊക്കെ ശ്രദ്ധകളാണ് വരുത്തിയിട്ടുള്ളത് ചിന്തിക്കണ്ടേ മനുഷ്യ. തീർന്നു പോകുന്ന വളരെ കുറഞ്ഞ നേരം ജീവിക്കാൻ വേണ്ടി മാത്രം അഴച്ച ഒരു ഇടമാണല്ലോ ദുനിയാവെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ അടുക്കൽ ഒരു മരണമുണ്ടായി. ആ മരണം 39 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വീടൊന്ന് പെയിന്റ് അടിക്കാൻ പണിക്കാര് വന്നപ്പോ ആ പണിക്കാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒന്ന് സഹായിക്കാൻ വേണ്ടി ഏണിയെടുത്തൊന്നു വെച്ച് 2 സ്റ്റെപ്പ് കയറിയിട്ടേ ഉള്ളൂ. ആ ഏണിയിൽ നിന്ന് നിലത്തു വീണ് തലയടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടയിൽ മരിച്ചു എന്ന വിവരമാണ് കേൾക്കുന്നതെങ്കിൽ ഓടി നടക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ട്. ഭാര്യ ഭർത്താവ് എന്ന രൂപത്തിൽ ജീവിച്ച ഇണയുണ്ട് വീട്ടിൽ. അതാ ആ ഒരു സമയമങ്ങ് കടന്നു വന്നപ്പോഴേക്കും അത്രയും ദിവസം ഭർത്താവിനെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഭർത്താവിനെ പ്രതീക്ഷിക്കാൻ ആ ഭർത്താവ് വരുമെന്ന പ്രതീക്ഷയില്ല. ഉപ്പച്ചിയെ കാത്തു നിൽക്കുന്ന മക്കൾക്ക് ഇനി ഉപ്പ വരില്ല എന്ന ബോധ്യമെന്ന മരണമാണ് അവരുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ചെന്നു ചേരുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, എന്റെ എല്ലാ പ്രതീക്ഷകളും എന്റെ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞിട്ടാണ് എന്റെ മരണം എന്നെ പിടികൂടുക, ഞാൻ ഇനിയും കുറെ അങ്ങ് ജീവിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇന്നത്തെ പേപ്പറൊന്നെടുത്ത് അതിന്റെ ചരമകോളമൊന്ന് വായിക്കേ. അതിലെന്റെ വയസ്സുള്ളവർ മരിച്ചിട്ടില്ലേ, നിങ്ങളുടെ വയസ്സുള്ളവരും മരിച്ചിട്ടില്ലേ എന്തേ അറിയിക്കുന്നത്? ഏത് നിമിഷവും മടങ്ങി ചെല്ലേണ്ടവരാ, ഏത് നിമിഷവും മടങ്ങി ചെല്ലണം റബ്ബിന്റെ അടുക്കലേക്ക്. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ ഒരു മരണമുണ്ടല്ലോ, ആ മരണം കൊണ്ട് എല്ലാം അങ്ങ് അവസാനിക്കുമായിരുന്നുവെങ്കിൽ ലൗകാന, ഈ ഒരു ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോ ഈ മരണം എന്നുള്ളത് അത് ജീവിതത്തിന്റെ അവസാനമായിരുന്നെങ്കിൽ, ഈ ഒരു മടക്കം പിന്നീടില്ലെങ്കിൽ ലക്കാനൽ മൗതു റാഹത്തൻ കുല്ലു ഹയ്യ്, രോഗിക്കവന്റെ രോഗത്തിൽ നിന്ന് രക്ഷയായനെ മരണം എന്നുള്ളത്. കടക്കാരന് കടത്തിൽ നിന്ന് രക്ഷയാകുമായിരുന്നു മരണമെന്നുള്ളത്. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിമാനത്തിന്റെ പ്രശ്നം വന്നപ്പോ ഏതെങ്കിലും വിഷമോ അതല്ലെങ്കിൽ കയറോ എടുത്തുകൊണ്ട് അവന്റെ ജീവിതമങ്ങ് അവസാനിപ്പിച്ച് കളയാമെന്ന് തീരുമാനിക്കൽ എളുപ്പമായിരുന്നു. പക്ഷേ വലൗ അന്നാ ഇദാ മിത്നാ തുരിക്കിന ലകാനൽ മൗതു റാഹത്തൻ കുല്ലു ഹയ്യ് വലകിന്നാ ഇദാ മിത്നാ ബുഅ്സിനാ
ഉണങ്ങിയ ചെടികൾ മുളച്ചു പൊങ്ങുന്നത് പോലെ, വേനലാകുമ്പോ കരിഞ്ഞു പോയ ചെടികളുണ്ടല്ലോ, മഴയിൽ ഇങ്ങനെ പുതുവർഷത്തിൽ ഇങ്ങനെ പുതുതായി മുളച്ചു പൊങ്ങുന്നത് പോലെ മനുഷ്യരെ ഖബറിൽ നിന്ന് ഒരു എഴുന്നേൽപ്പുണ്ട് നമുക്കൊക്കെ. അല്ലാഹുവിന്റെ ദർബാറിലേക്കും കോടതിയിലേക്കെന്ന് എല്ലാവരും ഒരു നാട്ടക്കുറിയിൽ നാട്ടിവെച്ചതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒരു മടക്കമുണ്ട് സഹോദരാ. ആ മടക്കമുണ്ടല്ലോ, അത് കൃത്യമായി എല്ലാ കാര്യത്തെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഏതുവരെ എന്നറിയോ സഹോദര? ഇന്ന് ജുമഅക്ക് നേരം വഴുകിയതെന്തേ എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കും. അല്ലാഹു നമ്മളോട് ചോദിക്കും. ഇന്ന് സൂറത്തുൽ കഹ്ഫ് എന്തേ ഓതാതിരുന്നത് എന്ന് ചോദിക്കും. ഇന്നെന്തേ സുബഹിന്റെ ജമാഅത്ത് ലഭിക്കാതിരുന്നത്? റബ്ബ് ചോദിക്കും നമ്മളോട്. എല്ലാ കാര്യങ്ങളും നിമിഷങ്ങളും ചോദിക്കും. അൽ യൗമ യഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇവിടെ എല്ലാത്തിൽ നിന്നും നമ്മൾ കരകയറുന്നത് നാവിട്ട് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടാണെങ്കിൽ, നാവിട്ടുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിതാ നമ്മൾ നമ്മുടെ കാര്യങ്ങളെ സ്ഥാപിക്കുമെങ്കിൽ അമിതാ വായു സീൽ വെക്കപ്പെടുകയാണ്. വായു സംസാരിക്കുന്നില്ല, നാവ് സംസാരിക്കുന്നില്ല, കൈകളാ സംസാരിക്കുന്നത്, കാലുകളാ സംസാരിക്കുന്നത്. ഏതുവരെ എന്നറിയോ? തൊലികൾ വരെ സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. ഈ സമയത്ത് മനുഷ്യന്റെ ദയനീയമായ ചോദ്യമുണ്ട്. എന്തേ എന്നറിയോ? തന്റെ തൊലിയിൽ ആ തൊലിക്കൊരു പാട് വന്നപ്പോ ഏതൊക്കെ ക്രീമുകളാണ് അതിലേക്ക് ഇട്ടുകൊണ്ട് പല പെണ്ണുങ്ങളും ആണുങ്ങളും ഇങ്ങനെ അവന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ തൊലിയെ പരിഗണിച്ചുകൊണ്ട് ജീവിച്ചില്ലേ സഹോദരങ്ങളെ? നാളെ പരലോകത്ത് ആ തൊലി സംസാരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. തൊലിയോട് മനുഷ്യന്റെ ചോദ്യം എന്താണെന്നറിയോ? എങ്ങനെയാ നീ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു ഞങ്ങളെ സംസാരിപ്പിച്ചു എന്നാണ് മറുപടിയെങ്കിൽ സഹോദര രക്ഷപ്പെടാൻ പറ്റില്ല. ആരുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഇടവും നമ്മെ സംബന്ധിച്ചിടത്തോളമില്ല. അതുകൊണ്ട് ജീവിതത്തെ കുറിച്ചൊന്ന് ഒരു ചിന്ത സഹോദരങ്ങളെ നമുക്ക് വേണം. നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് പറ്റുമെന്ന ചിന്ത ഓർമ്മ എപ്പോഴും വേണം. 3 കഷ്ണം തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് നമ്മുടെ മക്കള് നമ്മുടെ ശരീരത്തിലൂടെ വെള്ളൊഴിച്ച് ആ മക്കൾ കുളിപ്പിക്കുന്ന രംഗങ്ങളും ആലോചിച്ചു. ആ മക്കളിങ്ങനെ കുളിപ്പിക്കാൻ അപ്പാന്റെ ശരീരത്തിൽ നിർജീവമായ മരവിച്ച ശരീരത്തിൽ ഇങ്ങനെ കൈകൾ ഇങ്ങനെ തൊട്ട് വിറക്കുന്ന കൈകളുമായി നമ്മുടെ ആൺമക്കൾ നമ്മെ കുളിപ്പിക്കുമ്പോ സ്ത്രീകളെ പെൺമക്കൾ ഇങ്ങനെ കുളിപ്പിച്ച് ആ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് 3 കഷ്ണം തുണിയിലേക്ക് അങ്ങ് പൊതിയപ്പെട്ട് കഴിഞ്ഞപ്പോ സഹോദരങ്ങളെ പിന്നീട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്തിൻ കട്ടിലേക്കാണ് അടുത്ത യാത്ര. അതിലിങ്ങനെ എറ്റിക്കൊണ്ടിങ്ങനെ പോകുന്ന രംഗമുണ്ടല്ലോ, അത് എപ്പോഴും ജീവിതത്തിൽ നാം ആലോചിക്കേണ്ട കാര്യം. എന്നിങ്ങനെ കൊണ്ടുപോകാം. എങ്ങോട്ടാ? എന്റെ മഹലിലെ 6 അടി മണ്ണിലെ ആ ഒരുക്കി വെച്ച ഖബറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതിങ്ങനെ ഇറക്കി വെച്ച് തസ്ബീഹ് ചൊല്ലി ആളുകൾ പിരിയുന്ന രംഗം നമ്മൾ എപ്പോഴും ആലോചിക്കണം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് ജീവിതത്തെയും ക്രമീകരിക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം നിങ്ങൾ വർദ്ധിപ്പിക്കണം. എല്ലാ അനുഗ്രഹങ്ങളെയും മുറിച്ച് കളയുന്ന ഈ മരണമുണ്ടല്ലോ, ആ മരണത്തെ കുറിച്ച് ധാരാളമായി നിങ്ങൾ ചിന്തിക്കണം. അല്ലേ മക്കളെ? ഇവിടെ ഇരിക്കുന്ന മക്കളെ ചിന്തിച്ചു നോക്കി. നമ്മുടെ ഉപ്പ നമ്മളിങ്ങനെ കുളിപ്പിച്ച് 3 കഷ്ണം തുണിയിലിങ്ങനെ പൊതിഞ്ഞ് അല്ലേ ഉപ്പാന്റെ കണ്ണീരിങ്ങനെ കണ്ണുനീര് വീഴുന്നുണ്ട്. തന്റെ മകൻ ഇബ്രാഹിം ഇങ്ങനെ മരിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണീരിങ്ങനെ കണ്ണുനീര് വീഴുന്നുണ്ട്. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, പ്രവാചകരെ അങ്ങ് കരയണോ പ്രവാചകരെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹാദാ റഹ്മത്തുൻ
ഇത് കാരുണ്യത്തിന്റെ കരച്ചില, അട്ടഹാസങ്ങളല്ല, എന്റെ മോൻ എന്ന് പറഞ്ഞ വിലാപങ്ങളല്ല. എന്റെ റബ്ബേ എനിക്ക് തന്ന എന്റെ മോനാണെങ്കിൽ അവനെ തിരിച്ചെടുക്കാനുള്ള അവകാശവും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ പറഞ്ഞത് ഈ ഒരു ഓർമ്മ നഷ്ടപ്പെടാൻ പാടില്ല. വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം. ഗ്യാസിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പണിയെടുക്കുന്ന സ്ത്രീകളല്ലേ അല്ലേ? ഗ്യാസ് പൊട്ടിത്തെറിച്ച് എത്ര പേരെ മരിച്ച്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അല്ലേ? കുക്കർ പൊട്ടിത്തെറിച്ച് എത്ര പേരെ മരിച്ച്. സഹോദരങ്ങളെ, നമ്മുടെ മരണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വണ്ടി എവിടെയെങ്കിലും ഇടിച്ചിട്ടായിരിക്കാം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ മരണത്തെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു. അപ്പൊ ഈ അടിച്ചുകൂടി എന്ന ചിന്ത, ആ ഒരു സിദ്ധാന്തം അതിങ്ങനെ ഒഴിവാക്കും. ഇന്നിപ്പോ എല്ലാത്തിനും ഒരു അടിച്ചുപൊളിയാ. കല്യാണത്തിന് അടിച്ചുപൊളി, എല്ലാത്തിനും ആഘോഷത്തിന്റെ ത്വരയുള്ള ഒരു സമൂഹമാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഓരോരോ ഏർപ്പാടുകൾ. സഹോദരങ്ങളെ, അതെ, ഒരു ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അകമ്പടിയില്ലാതെ മരണം പിടികൂടുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. ആ ചിന്തയെ പൂർവ്വമാണ്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ എന്തൊക്കെ പരലോകത്തിന് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിട്ടുള്ളത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പറഞ്ഞു, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ. നാളെ ഒരു ടൂർ പോകാനുണ്ടെങ്കിൽ എന്തൊക്കെ ഒരുക്കങ്ങളായിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകാം. നമ്മളിന്ന് വ്യാഗം അന്വേഷിക്കും അല്ലെ? നല്ല ചെരുപ്പ്, നല്ല ഷർട്ട്, കൂട്ടുകാരന്മാരുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കടം മേടിച്ച് ഒരു നല്ല ടിപ്ടോപ്പിലാണ് നമ്മളൊക്കെ ടൂറിന് പോകാം. സഹോദരങ്ങളെ, ഒരു യാത്രക്കൊരുങ്ങാൻ ഇത്ര വലിയ തയ്യാറെടുപ്പുണ്ടെങ്കിൽ അല്ലെ, മരണമില്ലാത്തൊരു ലോകത്തേക്ക് ഒരു മടക്കമുണ്ട്. ആ മടക്കത്തിന് വേണ്ടി എന്തൊരുക്കങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരുക്കം നമ്മളോടുള്ളത്, എന്താ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ആലോചിക്കണം. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. നല്ല പുതപ്പ് നെയ്യുന്ന വ്യക്തിയാണ്. ആ പുതപ്പ് നെയ്യുന്ന അള്ളാഹുവിന്റെ അടുത്ത് ഒരു വ്യാപാരി വന്നുകൊണ്ട് ഒരു പുതപ്പിന് ഓർഡർ കൊടുക്കണം. ആ ഓർഡർ കൊടുക്കുമ്പോ നല്ലൊരു പുതപ്പ് അദ്ദേഹത്തിന് നെയ്തു കൊടുത്തു അല്ലെ? നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? തരക്കേടില്ല അല്ലെ? അങ്ങനല്ലേ? നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? കുഴപ്പമില്ല, ഉഷാറാ, അങ്ങനെയല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ? അവിടെ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാ നമുക്കൊക്കെ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തരക്കേടില്ല, ഉഷാറാണ് അല്ലേ? ഏത് നിസ്കാരം, പ്രാർത്ഥന പോലും അർത്ഥറിയാതെ എന്തോ ഒരു യാന്ത്രികമായി പോയിക്കൊണ്ടിരിക്കുന്ന നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ അടിപൊളിയാണ്. സംസ്കാരത്തിൽ പല പല ചിന്തകൾ. പണ്ടൊരാൾ പറഞ്ഞു എന്തോ കാണാനില്ല, വേറൊരാൾ പറഞ്ഞു ഒതുർത്ത് രണ്ടരക്കം നിസ്കരിച്ച ഇപ്പ് കിട്ടുന്നു. അങ്ങനെ നമ്മൾ നിസ്കാരം, കാരണം എല്ലാ ദുനിയാവിന്റെ കാര്യങ്ങളും ഒക്കെ വരുന്നപ്പോഴാണ് നിസ്കാരത്തിലാണ് അല്ലെ? കണക്കൊക്കെ കൂട്ടി ഇങ്ങനെ കിട്ടാതിരിക്കുമ്പോഴാണ് ജമാഅത്തിന്റെ സമയമായി കൈ കിട്ടിയപ്പോ ഫസ്റ്റ് റക്കാത്തിന് കിട്ടി. കാരണം എന്താ? അപ്പൊ കിട്ടിയാലും 4 റക്കാത്ത് കളയാൻ പറ്റുള്ളൂ. മറ്റേത് അവസാനം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചേരൊക്കെ പോകും. മറ്റേത് ഇങ്ങനെ കൈ കെട്ടി ഫസ്റ്റ് തന്നെ അതൊക്കെ ആലോചന വന്നു, ചിന്തിച്ചു, ഒക്കെ റെഡിയായി. അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കണേ. ബാക്കിയൊന്നും നമുക്ക് മുമ്പിലില്ല. നമ്മളിങ്ങനെ ആലോചിച്ചു പലതും. സഹോദരങ്ങൾ, ഇതെന്ത് നിസ്കാരം? എന്നിട്ട് ഈ നിസ്കാരം കൊണ്ട് റബ്ബിന്റെ അടുക്കിലേക്ക് നമ്മൾ പോകാൻ പോകണേ. എന്നിട്ട് ഈ നിസ്കാരം കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണ്ടേ? ഈ നിസ്കാരം പറഞ്ഞിട്ട് നമുക്ക് സ്വർഗം അല്ലാതെ അടുക്കിലേക്ക് കിട്ടണ്ടേ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിലാവരുത്. നമ്മുടെ വീട്ടിൽ പെയിന്റ് അടിച്ചപ്പോൾ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടിൽ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ടൈലിട്ടപ്പോ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടിൽ നമ്മൾ ചെയ്തിട്ടില്ല. വീട്ടില് ആ അടുക്കളയിലെ അലമാരിയൊക്കെ നമ്മളിങ്ങനെ നല്ല ഫർണിച്ചർ ചെയ്തപ്പോൾ നല്ല ഭംഗിയുള്ള ടൈൽ സെലക്റ്റീവായിട്ട് കുടുംബസമേതം പോയി എന്ത് സ്റ്റോർക്കാക്കി നമ്മൾ അല്ലേ? വെറുതെ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടിലൊന്നും ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കണില്ല. എന്നാലോ പരത്തിലുമായ ലോകത്തിന്റെ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു തൃപ്തിയുണ്ടോ? ഇങ്ങനെ നല്ല പുതപ്പ് നെയ്തു. ഈ പുതപ്പ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നല്ല പുതപ്പാ. എന്നാൽ വ്യാപാരി വന്നപ്പോൾ പറഞ്ഞു, അത്താഴ ഈ ഒരു പുതപ്പിന്റെ ഈ ഒരു നൂല് മാറ്റിയിട്ട് മറ്റൊരു നൂലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു. അത്താഴ അവിടത്തെ ആ ഒരു ഡിസൈൻ മാറിയിട്ട് ഒന്ന് മാറിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇതിൽ പറഞ്ഞപ്പോ അത്താഴ് കരയാൻ തുടങ്ങി. കരയുന്ന അത്താഴിനെ കണ്ടപ്പോ വ്യാപാരി പറഞ്ഞു, താങ്കൾ കരയൊന്നും വേണ്ട, പൈസ ഞാൻ തരാം, പണം ഞാൻ തരാം. അത്താഴ് റളിയല്ലാഹു അൻഹു പറയാ,
പൈസ തരുമോ തരില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് കരഞ്ഞതല്ല ഞാൻ. എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് ഒരു പുതപ്പ് ഞാൻ നെയ്യുന്നുണ്ട്. ആ പുതപ്പിൽ എന്റെ നിസ്കാരത്തിന്റെ നൂലുണ്ട്, എന്റെ നോമ്പിന്റെ നൂലുണ്ട്, എന്റെ സ്വതക്കയുടെ നൂലുണ്ട്, എന്റെ ഹജ്ജിന്റെയും ഉംറയുടെയും നൂലുണ്ട്. ആ നൂലൊക്കെ വെച്ചുകൊണ്ട് ഞാനൊരു പുതപ്പ് നെയ്തുകൊണ്ട് എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് അങ്ങ് ചെല്ലുമ്പോ, ആ റബ്ബിന്റെ അടുക്കലേക്ക് ഈ പുതപ്പെന്ന് ഞാൻ നിവർത്തി കാണിക്കുമ്പോ, എന്റെ റബ്ബെങ്ങാനും നിസ്കാരത്തിന്റെ ഖുശൂഇന്റെ നിറം പോരാ എന്നെങ്ങാനും എന്നോട് പറഞ്ഞാൽ, നോമ്പിന്റെ തഖ്വ പോരാ എന്നെങ്ങാനും എന്നോട് പറഞ്ഞാൽ, ഹജ്ജും ഉംറയും സ്വതക്കയെയും കുറിച്ച് അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞാൽ, മടങ്ങി വന്ന് ശരിയാക്കാൻ പറ്റാത്ത ഇടത്തിൽ ഞാൻ എത്തുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും? സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്വഫിരിക്കുമ്പോ കേറിയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്ന കുറെ ആളുകൾക്ക് ഖുത്ബ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. കുറെ ആളുകൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. നേരിട്ട് കേൾക്കുന്ന ഒരു എന്തുണ്ടാവും, ഒരു ശ്രദ്ധയൊന്നും മുകളിൽ കയറി എത്തൂല. ഞാൻ മനസ്സിലാക്കാൻ തന്നെ നമുക്കൊക്കെ അങ്ങനെ ഒരു ഖുത്ബ കേൾക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരു ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സ്വഫ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഇരിക്കുക. ഓരോരുത്തർ വരുമ്പോൾ ഫസ്റ്റ് സ്വഫ് ഇങ്ങനെ ക്ലിയർ ചെയ്തിരിക്കുക. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപവും കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് സഹായിക്കും. നോക്കിയേ, അപ്പോ നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാക്കണം. നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി നാം എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കണം. പോയ വർഷത്തെ പരലോകത്തിന് വേണ്ടി നാം എന്താ ഒരുക്കി വെച്ചേ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാതെ അറിയുന്ന ഒരു ആയത്ത് എന്തെന്നറിയോ? فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ. ഇതിന്റെ അർത്ഥം അറിയാം. ഒരു അണുമണി തൂക്കം ആരെങ്കിലും നന്മ ചെയ്താൽ യറഹു, അവനത് അവിടെ കാണും. എവിടെ? പരലോകത്ത്. ഇനിയും അതിന്റെ അടുത്ത ആയത്ത് പേടിപ്പിക്കുന്നതാ, وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതും അവൻ പരലോകത്ത് കാണുന്നതാ. അതും കാണും, യാതൊരു സംശയമില്ല, അതും കാണും. നമ്മുടെ ഏതായിരിക്കും കൂടുതലായിട്ടുണ്ടാകാം? നന്മയുടെ അമലുകളായിരിക്കും, തിന്മയുടെ അമലുകളായിരിക്കും? ഒരു വിചാരണ നമ്മൾ എപ്പോഴും നടത്തണം അല്ലേ? മനുഷ്യന്മാരൊക്കെ പറയാന്താന്നറിയോ? പരലോകത്ത് വരുമ്പോ നമ്മളൊക്കെ ഇപ്പൊ എത്ര വർഷം ജീവിച്ചു? നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ ആയുസ് 40, 30, 20 അല്ലെ 50 ഒക്കെ ഉണ്ട്. 60, 65 ഒക്കെ ഇത്രയും വർഷം ജീവിച്ച മനുഷ്യന്മാര്, 3000ഓളം വർഷം ജീവിച്ച മൂസാ നബിയുടെ സമൂഹം, അല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാമയുടെ സമൂഹം 5000 വർഷത്തോളൊക്കെ ജീവിച്ചു എന്നാണ് കണക്ക് പറയുന്നത്. മൂസാ നബിയുടെ സമൂഹം 300 വർഷങ്ങളോളം ജീവിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്ത് തന്നെ 950 വർഷം പ്രബോധനം ചെയ്തു. നിങ്ങൾ ആലോചിക്കുകയെ, അവരൊക്കെ വയസ്സ് പറയുമ്പോൾ എനിക്ക് 800 വയസ്സായി അല്ല, അങ്ങനെയല്ലേ പറയാം. നമ്മളിപ്പോ 60, 50 എന്നൊക്കെ പറയുമ്പോ അവരൊക്കെ അത്രയും വർഷം ജീവിച്ചവരാണ്. എന്നാൽ എല്ലാവരും പരലോകത്ത് വരുമ്പോ എന്താ പറയാ? അവരൊക്കെ പരലോകത്തിന്റെ ദിനങ്ങളെ കാണുമ്പോ അവര് പറയും, ലം യൽബസൂ ഇല്ലാ അശിയത്തൻ ഔ ദുഹാഹാ. ഞങ്ങളിതാ രാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരമോ ഒരു പ്രഭാതത്തിലോ അല്ലാതെ അവർ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത പോലെയായിരിക്കും അവർക്ക് തോന്നുക. അവർ പറയും, ഞങ്ങൾ ഒരു പ്രഭാതമല്ലേ അവിടെ ഉണ്ടായുള്ളൂ, ഒരു വൈകുന്നേരം ഉണ്ടായുള്ളൂ എന്ന് പറയും. എന്തിനെ കുറിച്ച്? ദുനിയാവിന്റെ ജീവിതത്തെ കുറിച്ച്. എന്ത് കണ്ടിട്ട്? പരലോകത്തിന്റെ ആ ഭയാനകതയെ കണ്ടിട്ട്, ആ ജീവിതത്തെ കണ്ടിട്ട്. അതുകൊണ്ട് ചിലർ പരലോകത്ത് വരുമ്പോ അവരുടെ അവസ്ഥയെ കുറിച്ച് അല്ലാഹ് പറയാം, വഹും യസ്തരിഹൂന ഫീഹാ. അവരിങ്ങനെ നിലവിളിക്കും, അട്ടഹസിക്കും. ചില ആളുകൾ ഇങ്ങനെ അട്ടഹസിക്കുന്നവരാണ്, നിലവിളിക്കുന്നവരാണ്. അവരിങ്ങനെ പറയുന്ന അവസ്ഥ എന്താണെന്നറിയോ? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, അഖ്രിജ്നാ, ഞങ്ങളെ പുറത്താക്കണമേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നഅമൽ സ്വാലിഹാ, ഞങ്ങൾ നല്ലത് ചെയ്തു കൊള്ളാം. ആരാ ഈ പറയാ നല്ലത് ചെയ്യാത്തവര്? നല്ലത് ചെയ്യാത്തവർ, തിന്മകളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നവർ, ജമാഅത്തിൽ ശ്രദ്ധ പുലർത്താത്തവർ. പണ്ഡിതന്മാർ പറയുന്നത്, നിസ്കാരത്തിൽ നിങ്ങളൊരു ശ്രദ്ധ പുലർത്തിക്കുക, ബാക്കിയൊക്കെ ശരിയാക്കുക. നമ്മുടെ ജമാഅത്തിന്റെ വിഷയത്തിൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചു?
5 നേരത്തെ ജമാഅത്ത് കിട്ടുന്നിടത്ത് എന്ത് കാൽക്കുലേഷനാണ് നമ്മൾ നടത്തുക? ഭക്ഷണം കഴിക്കുന്ന നല്ല കാൽക്കുലേഷൻ അല്ലേ? ചില ശ്രദ്ധിച്ചൊക്കെ നമ്മൾ റെഡിയാക്കും അല്ലെ? യാത്ര ചെയ്യുമ്പോൾ എന്റെ ജമാഅത്തിന്റെ വിഷയത്തിൽ ഞാൻ എന്ത് കാൽക്കുലേഷനാണ് നടത്തിയിട്ടുള്ളത്? അതെനിക്ക് കിട്ടണുണ്ടോ? അത് കൃത്യമായി കിട്ടാൻ ഞാൻ എന്ത് ശ്രദ്ധയാണ് വരുത്തിയിട്ടുള്ളത്? നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞത് വെറുതെയായി പോകരുത് ഈ ജീവിതം. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് കന്നുകാലികൾ, കന്നുകാലികൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ തോന്നിവാസങ്ങൾ അവർക്ക് അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, ഹറാമ ഹലാല് വെച്ചിട്ടില്ല. അതുകൊണ്ട് അവരവരുടെ എന്ത് ചെയ്യുന്നു, അവരിങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇതുപോലെ ജീവിക്കണ മനുഷ്യന്മാരില്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതുപോലെ ജീവിക്കണ മനുഷ്യന്മാരില്ല? ഉണ്ട്. ഇത്രയും ബുദ്ധിയും വിവേകവും വിദ്യാഭ്യാസവും ബോധവും പ്രത്യേകിച്ച് ഈ ഹുതുബത്തൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നിഅമത്താണ്. അള്ളാഹ് ഉള്ളിൽ ഇങ്ങനെ ഈമാൻ തന്നത് കൊണ്ടാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച ജുമുഅക്ക് ഇവിടെ വന്നിരിക്കണം. ഈ അങ്ങാടി ചെന്ന മുസ്ലിങ്ങൾ ഇപ്പോഴും ഉണ്ടാവും അവിടെ കൂടി കിടക്കണം. ഉണ്ട്. അവിടെ നിന്നൊക്കെ മാറ്റി അള്ളാഹ് എന്ത് ചെയ്തു? നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഇട്ട് തന്നു, വിശ്വാസം ഇട്ട് തന്നു. അതല്ലെങ്കിൽ റബ്ബിനെ കുറിച്ചുള്ളൊരു ഭയം നമുക്ക് അള്ളാഹു ഇട്ട് തന്നു. നിലനിർത്തി പെരുമാറാകട്ടെ സഹോദരങ്ങളെ. അതുള്ളത് കൊണ്ട് അത് ഇട്ടുകളയത്ര നേരൊന്നും വേണ്ട, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കുക, ഇങ്ങനെ ആയ പോരാ. ഇതാണ് നമ്മുടെ മനസ്സിലെപ്പോഴും വേണ്ടത്. ഇങ്ങനെ ആയ പോരാ. ഇന്ന് പോയിട്ട് ഉമ്മാനോട് പറയണം മക്കൾ, എന്താണ് ഉമ്മ, എനിക്ക് കുറച്ചും കൂടെ നന്നാകാൻ, ഞാൻ സുബൈക്ക് പള്ളിയിൽ പോയിക്കാൻ, സുബൈക്ക് പള്ളിയിൽ പോയി എൻ്റെ ഉമ്മ എന്തായാലും എന്നെ വിളിക്കണം അല്ലെ? ഉമ്മാനോട് പറയണം, എനിക്ക് ഈ ഖുർആനൊക്കെ ഒന്ന് ഓതണം, ഈ ഖുർആൻ ഓതാൻ അറിയില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, ഞാൻ പണ്ടൊരു ഖുർആൻ ക്ലാസ് എടുത്തപ്പോൾ ഒരാളെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല മൗലവി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര വർഷമായി? 50 വയസ്സായി. ഇപ്പൊ 55 വയസ്സ് നിൽക്കുമ്പോ അദ്ദേഹം നിന്ന് പിറക്കി ഖുർആൻ ഓതും, അക്ഷരങ്ങൾ പിറക്കി വെച്ച് ഇന്ന് ഖുർആൻ അദ്ദേഹം ഓതും. ഞാൻ പറഞ്ഞത് പരിശ്രമിച്ച കിട്ടും, ശ്രദ്ധിച്ച കിട്ടും അല്ലെ? നമ്മളൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഏതാ? സ്വിച്ചിന്റെ മൊബൈലാണ്. ഇന്നിപ്പോ കാർന്നോമാരെടുത്ത് വരെ തോണ്ടണ മൊബൈലാണ് അല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മക്കൾ കൊണ്ടുവന്നപ്പോ, മോനെ ഇതൊന്നും എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് കഴിയൂല? മക്കളോട് വിളിച്ചു പറയാം, മോനെ എനിക്ക് ഒരു മൊബൈൽ വേണം, വെച്ചോളൊരു മൊബൈൽ വേണം. എന്തിനാ? എനിക്ക് വേണം. നമുക്ക് പറ്റാത്തതില്ല സഹോദരങ്ങൾ. നമ്മൾ നല്ല നീയത്തോടു കൂടി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാന്റെ കലാമ് അത് പഠിപ്പിച്ച രൂപത്തിൽ എനിക്ക് ഓതാൻ അറിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ? ഞാൻ എന്തു പറയും എൻ്റെ റബ്ബിന്റെ മുമ്പിൽ? ഞാൻ എന്തു പറഞ്ഞ് രക്ഷപ്പെടും? ബിസിനസ്സിൽ ഭയങ്കര തലേക്കലനായിരിക്കും, ഭയങ്കര ബിസിനസ്സുകാരൻ അല്ലെ, ഭയങ്കര എല്ലാ രംഗത്തും ദുനിയാവിന്റെ വിഷയത്തിലൊക്കെ ഭയങ്കര ആർജവും ഊർജമൊക്കെ ഉണ്ട്. എന്നാൽ ആ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തും പഠിക്കുന്നിടത്തും നമുക്കൊരു സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ അത് വലിയൊരു പരാജയമാണ്, ജീവിതത്തിലെ വലിയൊരു പരാജയമാണ്. എല്ലാ ഹൈറും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അവരിങ്ങനെ പറയും. അപ്പൊ അള്ളാന്റെ ചോദ്യം എന്താണെന്നറിയുന്നത്? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅക്കും നദീർ. അല്ല, നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആയുസ് തന്നില്ലേ? അള്ളാന്റെ ചോദ്യമാണ്. നരകത്തിൽ കിടന്ന് അള്ളാഹ് ഒരു സമയം തരണമെങ്കിൽ ഞങ്ങൾ നല്ലത് ചെയ്തോളാം എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആളുകളോട് അള്ളാന്റെ ചോദ്യം എന്താ? അവലം നുഅമ്മിറുക്കും മാ തദക്കർ. നിനക്ക് ചിന്തിക്കാൻ, ആലോചിക്കാൻ അല്ലേ? നിനക്കൊരു നദീർ വജാഅക്കും, നിങ്ങളുടെ അടുക്കലേക്ക് തഖീദുകാരൻ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ആലോചിക്കണം, ചിന്തിക്കണം. നമ്മുടെ അടുക്കലേക്ക് തഖീദുകാർ വന്നിട്ടുണ്ട്. ദഅവാ രംഗത്ത് പല നിലക്കുള്ള ക്ലാസുകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ അടുക്കലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഹാസിബു ഖബ്ല അൻ തുഹാസിബു. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വയം ഒരു വിചാരണ നടത്തുക. ഒറ്റയ്ക്കിരിക്കിങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. അലാറം വെക്ക, 4 മണിക്ക് എഴുന്നേൽക്കുക, നിസ്കാരപ്പായി ഒതുവെടുത്ത് നിസ്കാരപ്പായി ഇങ്ങനെ ഇടാം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് റബ്ബിനോട് ഇങ്ങനെ പറയാം, അല്ലാഹുവേ ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എൻ്റെ ജീവിതം പ്രയാസമാണ്. അല്ലാഹുവേ എനിക്കും നിനക്കും അറിയാം ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ മാന്യനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ, എൻ്റെ ഉമ്മാന്റെ മുമ്പിൽ നല്ലൊരു കുട്ടിയാണ്, എൻ്റെ ഉപ്പാന്റെ മുമ്പിൽ എത്ര നല്ല കുട്ടിയാണ്. അല്ലാഹ് നിനക്കറിയാം എന്നെ. അതുകൊണ്ട് അല്ലാഹുവേ അകവും പുറവും ഒരുപോലെ നിന്നെ പേടിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്തു പോയ പാപങ്ങൾ ഇങ്ങനെ ഏറ്റ് റബ്ബിനോട് പറഞ്ഞ് അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ച്
മുന്നേറാൻ നമ്മുടെ ആയുസ് കൊണ്ട് സാധിക്കണം. സഹോദരങ്ങൾ, ഒരു നന്മ ചിന്തിച്ചാൽ പോലും പുണ്യുണ്ട്. ഹറമിന്റെ പരിധിയിലാണെങ്കിൽ ഒരു തിന്മ ചിന്തിച്ചാൽ പോലും കുറ്റുണ്ട്. ഹറമിന്റെ പരിധിയിലല്ലാത്തപ്പോൾ ഒരു തിന്മ ചിന്തിച്ചാൽ എന്തില്ല? കുറ്റില്ല. എന്നാലും ഒരാൾ നന്മ ആലോചിച്ചാൽ തന്നെ എന്തുണ്ട്? അതിന് കൂലിയുണ്ട്. എത്ര സുന്ദരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് ഒരു മുന്നേറ്റം വേണം, നന്മയുടെ മുന്നേറ്റം വേണം. ഇങ്ങനെ ജീവിച്ച് മരിക്കാനുള്ളവരല്ല നമ്മൾ. വഴിയിൽ ഇങ്ങനെ ചത്തുകിടക്കുന്ന കന്നുകാലികളെ പോലെ മരിച്ചു പോകേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങൾ അതിനൊന്ന് വേറൊരു അർത്ഥത്തിൽ ഇങ്ങനെ വായിച്ചു നോക്കി. മനുഷ്യനെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല നിസ്കരിക്കാൻ വേണ്ടിയല്ലാതെ. മനുഷ്യനെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല നോമ്പെടുക്കാനല്ല. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല സക്കാത്ത് കൊടുക്കാനല്ലാതെ. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല ഹജ്ജ് ചെയ്യാനല്ലാതെ. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല